പറയുകയാണ്, കേരളത്തിലുള്ള ക്രൈസ്തവർക്ക് ഈ BJP-യോടുള്ള അകലം വളരെയധികം കുറഞ്ഞു വരികയാണ്. ക്രൈസ്തവർക്ക് BJP-ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. കാരണം 2026 അസംബ്ലി ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഇന്ത്യൻ തരംഗമായിട്ട് സൃഷ്ടിച്ച് മറ്റുള്ളിടത്തുള്ള ക്രിസ്ത്യാനികൾക്കും, അതായത് ക്രൈസ്തവരായിട്ട് വന്നവരും വിശ്വാസികൾക്കും തമിഴ്നാട്ടിലൊക്കെ ഹിന്ദിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഈ സംഭവം. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ടങ്ങ് മാറി. അപ്പോൾ ആന്ധ്രയിൽ ചില ആൾക്കാർ തന്നു ഈ സംഭവം. കാരണം ഇതെന്താണ് ഈ സംഭവം, ഇത് ഹിന്ദിയിലാണ്, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കലി വെരിഫൈ ചെയ്തു. ഈ പറയുന്ന ആളുകളൊന്നും എവിടെയും ജീവിച്ചിരിപ്പില്ല, ഇത് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളാണ്. മറ്റൊന്ന്, ഈ പറയുന്ന ഫേസ്, നിങ്ങൾക്കറിയാം, ഇത് AI ഉപയോഗിച്ച് ഇത് വലിയ പാടൊന്നുമില്ല. ഇതേപോലെ ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ ഇതേപോലെ വീഡിയോ ഉണ്ടാക്കാനും അതിനൊരു ടെക്സ്റ്റ് ഉണ്ടാക്കാനും അത് ഹിന്ദി ഭാഷയിലോട്ട് മാറ്റാനും ആരുടെ ശബ്ദത്തിലാണ് അതെല്ലാം AI വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടെക്നോളജി ടൂൾസിൻ്റെ ഒരു സമയമാണ്. എന്നെ തന്നെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന തമിഴ് നിങ്ങൾ കണ്ടു കാണും. കാരണം എൻ്റെ രൂപത്തിലാണ് സംസാരിക്കുന്ന ഭാഷ, എൻ്റെ ശബ്ദം, ഇത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ മെനക്കേട് സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഓരോന്ന് AI ടൂളിനകത്ത് പറയും, ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന ടെക്സ്റ്റ് കിട്ടും, അത് ഇന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് ആരുടെ ശബ്ദത്തിൽ വേണം, ശബ്ദം വരെ അവർ റെക്കമെൻഡ് ചെയ്ത് തരും. കാരണം അതേപോലെ ശബ്ദമുള്ള ഒരാൾ പോലും കാണത്തില്ല. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത് സ്പർദ്ധ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതുമായിട്ട് കുംഭമേളയെ കണക്ട് ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അതായത് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഗ്ലോബൽ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അതേപോലെ തന്നെ ഈ സംഭവം ചില അമേരിക്കയിലുള്ള മലയാളികൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞത് മുഴുവനും ഫേക്കാണ് സംഭവം. കാരണം ഞാനിത് വെരിഫൈ, കാരണം നിങ്ങളിത് വെരിഫൈ ചെയ്ത് നോക്കുക, ഇത് ഫേക്കായിട്ട് AI ഉണ്ടാക്കിയതാണ്. ഈ പറയുന്ന വീഡിയോ 1% പോലും സത്യമല്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാവ്യയും ഈ വാളും അതും ഇതുമൊക്കെ കാണിക്കുന്ന മുഴുവനും കംപ്ലീറ്റ് ഫേക്കായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കരുത്. കാരണം ഇപ്പോഴത്തെ ലോകത്ത് ഏത് രീതിയും എന്തും ഫേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ തമ്മി തല്ലിച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്നൊരു കൂട്ടരുണ്ട്. അത് ഏത് വിഭാഗക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഉറപ്പായിട്ടും സുഡാപ്പികൾക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം. അവരാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മുഴുവൻ. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ളൊരു കൂട്ടരുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് സ്പർദ്ധ വളർത്തുക, നാശം വിതയ്ക്കുക, ആൾക്കാരിൽ ഭയമുണ്ടാക്കുക, അവരുടെ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുക. ഇതാണ് സംഭവം. ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തൃശ്ശൂരിൽ ഒരു MP ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് തൃശ്ശൂരിൽ BJPക്ക് ഒരു MP ഉണ്ടായത്? ഇതിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഒരു സാധ്യത ഒരുങ്ങിയത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തൃശ്ശൂരിലെ ക്രൈസ്തവർ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ജയിച്ചേ മതിയാകൂ. തൃശ്ശൂരിന്റെ വികസനത്തിന് ഒരു വികസന നായകനാണ് ആവശ്യം, അല്ലാതെ ഒരു കേവലം ഒരു പച്ചയായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലേക്കുള്ള ഒരു MP മാത്രമല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളതിന്റെ പേരിൽ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു സേവന മനോഭാവവും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ മികച്ച രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതേ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ഇതേ ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഈ സ്ഥിതി വരാൻ പോകുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു തമാശയായിട്ട് ഒരു കാരണവശാലും ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ അത് എടുത്തിട്ടില്ല. അതിൻ്റെ പേരിലാണ്
ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തോട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ BJP സംഘപരിവാർ പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കള്ളപ്രചരണം AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക വീഡിയോകൾ ഉണ്ടാക്കി. അത് ഒരുപാട് വീഡിയോകൾ, ഒന്നും രണ്ടുമല്ല, നിരവധി വീഡിയോകൾ ഉണ്ടാക്കി രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ഈ ജിഹാദി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഈ സുഡാപ്പികൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് കാണുന്ന ആളുകൾ ഹിന്ദിയിൽ ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മുടെ മാത്യു സാമുവൽ സാർ പറയുന്നത് പോലെ ഹിന്ദിയിൽ ഇത് സംസാരിക്കുന്ന ഒരു വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വാളും കാവി നിറത്തിലുള്ള പല സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗോവയിലൊക്കെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് BJP കരസ്ഥമാക്കി അവരത് വലിയ രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു അധികാര പദവിയിലിരുന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതുപോലൊരു സാഹചര്യമാണ് ഇന്ന് ദക്ഷിണേന്ത്യയിലുള്ള. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം ആക്രമിക്കപ്പെടുന്നു, രാജ്യവ്യാപകമായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് അടക്കം ഇതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി പോയിരിക്കുന്നത്. ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇതുപോലുള്ള വർഗീയ സംഘർഷങ്ങൾക്ക് BJP നേതൃത്വം നൽകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കള്ളപ്രചരണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാവുകയും ഈ ഭയപ്പാടിനെ അവർക്ക് BJP വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ BJPയോട് അടുക്കുന്ന മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കൂടി കാണാം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലങ്ങളിൽ പോലും BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ തരത്തിൽ നരേന്ദ്രമോദിയോടും BJPയോടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോടും വലിയ രീതിയിലുള്ള ഒരു അതും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ നിലവാരമാണ് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പല സംസ്ഥാനങ്ങളിലും നിരന്തരമായിട്ട് അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അവർ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സ്വയം ചവിട്ടുപടി എന്ന് തന്നെ വേണം നമ്മൾക്കതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് കേരളത്തിലെയും ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറി മറിയുകയാണ്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലടക്കം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് അത് നിർണായകമാണ്. ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നിർണായകമാണെന്ന് പറയുമ്പോൾ ഇത് തൃശ്ശൂരിലെ പോലെ ഒരു ഏകദേശം ഒരു 10 മുതൽ 20% വരെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് അറിയാം, മനസ്സിലാക്കാം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും വിജയത്തിലേക്ക് എത്താനായിട്ട് ഏകദേശം 30 മുതൽ 50 വരെ സീറ്റുകൾ ഇവർക്ക് സാധിക്കും. തർക്കമില്ല. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് ഭയപ്പെട്ടുകൊണ്ട് ഇവർ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്ത് പോരുന്നത്. ഇപ്പോൾ SDP പോലെയുള്ള സംഘടനകൾ പരസ്യമായിട്ട് LDFനും UDFനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. പാലക്കാട് പ്രഖ്യാപിച്ചു, അവിടെ പാലക്കാട് കോൺഗ്രസ് വിജയിച്ചു. നേമത്ത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് ശിവൻകുട്ടിക്ക് LDFന് അവിടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേ ഒരു സിറ്റുവേഷൻ ഇത് കേരളത്തിൽ പയറ്റിയത് ഉത്തരേന്ത്യയിലും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപകമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പേരിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇപ്പൊ മുനമ്പം വിഷയത്തിലൊക്കെ BJP എടുത്ത നിലപാടുകൾ എന്താണെന്ന് അറിയാം. വഖഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലാതായി പോയിരിക്കുന്നു. അവർക്ക് ഇനി പ്രത്യേകിച്ച് ഇതുപോലെ കണ്ട ഭൂമികളൊക്കെ അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനത്തിൽ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ അധികാരത്തിൽ പിടിച്ചു വെക്കാനോ ഇനി സാധിക്കില്ല. ആ തരത്തിലേക്ക് വഖഫ് സംവിധാനങ്ങളെ തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മാർച്ചിൽ ഈ ബില്ല് പൂർണ്ണമായിട്ടും ലോക്സഭയിൽ പാസ്സാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ രാജ്യത്ത് സുഡാപ്പി ഭീകരന്മാർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ മാത്യു സാമുവൽ സാറിനെ പോലുള്ള രാജ്യത്തെ മുതിർന്ന ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അത് യഥാർത്ഥ വശങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ രീതിയിൽ പരിശ്രമിക്കുന്നു. എന്താണെങ്കിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വീഡിയോയിൽ നിന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ പറക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മളെപ്പോലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനും ഇവർക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.